ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഹാശിവരാത്രി ദിവസം. ഈ ലോകത്തിലെ സർവ്വജീവജാലങ്ങളെയും ശിവഭഗവാൻ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് മഹാശിവരാത്രി ദിവസം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ദേവാദിദേവന്മാരും എല്ലാവരും ഇന്ന് ശിവഭഗവാനെ വഴിപാട് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. അതുമാത്രമാണോ, നമ്മുടെ ജീവിതത്തിലെ കർമ്മ പാപ ഫലങ്ങളെല്ലാം ഇല്ലാതായിത്തീരുവാൻ ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹത്തിനു വേണ്ടി തുടങ്ങിയ ഒരുപാട് പ്രത്യേകതകളുള്ള ശിവഭഗവാന്റെ രാത്രി എന്നറിയപ്പെടുന്ന മഹാശിവരാത്രി ദിവസം ഇന്ന്. ഈ ഒരു ദിവസത്തിൽ ആരൊരാൾ ഒരു തവണയെങ്കിലും ഓം നമ ശിവായ എന്നുള്ള മന്ത്രം ചൊല്ലുന്നുവോ അവരുടെ ജീവിതത്തിലെ കർമ്മപാപ ഫലങ്ങളെല്ലാം ഇല്ലാതായിത്തീരും. അവരുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരും. അവർക്ക് ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് പലരും വ്രതമനുഷ്ഠിച്ച് മഹാദേവനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലർക്ക് വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവരുണ്ട്. പക്ഷേ വ്രതമനുഷ്ഠിച്ചാലും വ്രതമനുഷ്ഠിച്ചില്ലെങ്കിലും ഭഗവാനെ നമ്മൾ മനസ്സിൽ ഒരു തവണ വിചാരിച്ചുകൊണ്ട് ഓം നമ ശിവായ എന്നുള്ള മന്ത്രം ജപിച്ചാൽ മാത്രം മതി നമ്മുടെ ജീവിതം സഫലമാകുവാൻ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന് വരുന്ന ഈ 24 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എന്ത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹത്തെ നിറവേറ്റി തരുവാൻ സാധിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന് വരുന്ന ഈ 24 മിനിറ്റ് എന്ന് പറയുന്നത്. സാധാരണ ഇന്ന് മുഴുവൻ നമുക്ക് ഏറ്റവും നന്മകൾ നിറഞ്ഞ ഒരു ദിവസമാണ്. ശിവഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിനമാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിനമാണ്. കാരണം ഇന്ന് മഹാവിഷ്ണു നമ്മുടെ ശിവഭഗവാനെ പൂജിക്കുന്ന ഒരു കാലപൂജയുണ്ട്, രണ്ടാം കാലപൂജ. നമുക്കെല്ലാവർക്കും അറിയാം രണ്ടാം യാമ പൂജ. ആദ്യത്തെ യാമ പൂജ ചെയ്യുന്നത് ബ്രഹ്മദേവനാണ്, രണ്ടാം യാമ പൂജ ചെയ്യുന്നത് മഹാവിഷ്ണു ഭഗവാനാണ്, മൂന്നാം യാമ പൂജ ചെയ്യുന്നത് പാർവതി ദേവിയും, നാലാം യാമ പൂജകൾ ചെയ്യുന്നത് ദേവാദിദേവന്മാരും നമ്മളെല്ലാവരും തന്നെയാണ് അല്ലേ. അങ്ങനെ 4 യാമ പൂജകളാണ് ശിവരാത്രി ദിവസത്തിൽ ചെയ്യുന്നത്. 4 കാല പൂജ എന്ന് പറയും. ഇതിൽ ആദ്യത്തെ കാലപൂജ, അതായത് ബ്രഹ്മദേവൻ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ച കാലം, ഈ ഒരു സമയത്ത് നമുക്കൊരു പ്രധാനപ്പെട്ട സമയം കൂടി വരുന്നുണ്ട്. അത് വേറൊന്നും തന്നെയല്ല, നമ്മുടെ എല്ലാവരും മാസം തോറും വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്ന അഭിജിത്ത് നക്ഷത്രം, ഉത്രാടത്തിൻ്റെ അവസാനത്തെ 12 മിനിറ്റും തിരുവോണത്തിൻ്റെ ആദ്യത്തെ 12 മിനിറ്റും ചേർന്ന് വരുന്ന 24 നിമിഷത്തെയാണ് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത്. ഈ ഒരു 24 മിനിറ്റ് സമയത്തിനുള്ളിൽ ആരൊരാൾ വീട്ടിൽ ദീപം തെളിയിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യുന്നുവോ അവർക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും. അവർ ചോദിച്ചത് എന്തും ഭഗവാൻ തന്നെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യമെല്ലാം കഴിഞ്ഞ കുറേ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞു വന്ന ഒന്നാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ അഭിജിത്ത് നക്ഷത്ര വഴിപാട് ചെയ്ത് പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം മാത്രമല്ല, ബ്രഹ്മദേവൻ്റെ അനുഗ്രഹവും ശിവഭഗവാന്റെ അനുഗ്രഹവും പാർവതീദേവിയുടെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമായതിനാൽ നമ്മുടെ പ്രാർത്ഥനകൾ എന്താണോ അത് നമ്മളിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരും. ഞാനിവിടെ പറയുന്നത്, നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഞാനിവിടെ പറയുന്ന 24 മിനിറ്റ് സമയത്ത് നമ്മുടെ വീട്ടിൽ ഒരു നെയ്ദീപമോ അല്ലെങ്കിൽ 2 നെയ്ദീപമോ തെളിയിച്ച് വെച്ച് 2 മൺവിളക്കെടുക്കുക, നെയ്യ് ഒഴിക്കുക, ദീപം തെളിയിച്ച് വെച്ചിട്ട് നമ്മൾ ഇന്ന് മഹാവിഷ്ണുവിൻ്റെ മന്ത്രമോ, ഇനി അഥവാ നമുക്ക് ഇന്ന് ശിവഭഗവാന്റെ മന്ത്രങ്ങളാണ് ചൊല്ലാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ഓം നമോ ഭഗവതേ രുദ്രായ നമ എന്നുള്ള മന്ത്രമോ നമുക്ക് ജപിക്കാം. 24 മിനിറ്റും നമുക്ക് ഈ ഒരൊറ്റ മന്ത്രം മാത്രം ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ. ഇനി അഥവാ ഞാൻ മാത്രമേ വീട്ടിൽ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുകയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ. കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരൊറ്റ ആഗ്രഹത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഓം നമോ ഭഗവതേ രുദ്രായ നമ, ഓം നമോ ഭഗവതേ രുദ്രായ നമ എന്ന് പ്രാർത്ഥിക്കാം. ഈ സമയം എപ്പോഴാണ് വരുന്നത്? സാക്ഷാൽ ബ്രഹ്മദേവൻ ശിവഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ച സമയം എന്നറിയപ്പെടുന്ന 1ാം കാല യാമ പൂജയുടെ സമയമായ രാത്രി 7:37 മുതൽ 8:01 വരെ, അതായത് രാത്രി 8 മണി 1 നിമിഷം വരെയുള്ള സമയത്താണ് ഈ 24 മിനിറ്റ് വരുന്നത്. ഈ 24 മിനിറ്റും വിട്ടുകളയരുത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇത്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റി തരുവാൻ സാധിക്കുന്ന ഒരു നിമിഷമാണ് ഇത്. കാരണം സകല നന്മകളും ചേർന്ന് വരുന്ന മഹാശിവരാത്രിയോടുകൂടി അനുബന്ധിച്ചു വരുന്ന ഈ ഒരു ദിനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സമയങ്ങളിലും കിട്ടിയെന്ന് വരില്ല. അതും പ്രധാനമായിട്ടും നമ്മൾ ചിലർ ഉറങ്ങും, അതായത് ഉറക്കമൊഴിക്കുന്ന ശീലം എല്ലാവർക്കും ഒന്നും ഇപ്പം ഇല്ല.
പണ്ടെല്ലാവരും തന്നെ രാത്രി ഉറക്കമൊഴിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു വരുന്ന ഒരു ശീലമുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ചിലരെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നേരത്തെ പോയി കിടന്നുറങ്ങുന്നത് ശീലമുണ്ട്. അങ്ങനെയുള്ളവർ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ഉറങ്ങേണ്ട സമയമല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം. ചില സന്ദർഭങ്ങളിൽ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ആയിരിക്കും വരുന്നത്. എല്ലാ സമയത്തും നമുക്ക് മിഡ് നൈറ്റ് ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുവാനോ പ്രാർത്ഥിക്കുവാനോ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള സമയത്താണ് വരുന്നത്. ഈ ഒരു സമയം നിങ്ങൾ വിട്ടുകളയരുത്. ഇനി ചിലർ ചോദിച്ചിട്ടുണ്ട്, അഭിഷേകം ഈ 4 യാമ പൂജകളും എപ്പോഴാണ് വരുന്നത്, എന്താണ് അഭിഷേകങ്ങൾ ഈ സമയത്ത് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള മറുപടി, ആദ്യത്തെ യാമ പൂജ വരുന്ന സമയം ഇന്ന് വൈകുന്നേരം, അതായത് 7:30 മണി മുതൽക്ക് നമുക്ക് 1-ാം യാമ പൂജ സമയം വരുന്നുണ്ട്. ബ്രഹ്മദേവൻ ശിവഭഗവാനെ വഴിപാട് ചെയ്ത കാലമായിട്ടാണ് ഇതിനെ പറയപ്പെടുന്നത്. അതുമാത്രമല്ല, അഭിഷേകത്തിനായിട്ട് പാൽ വാങ്ങിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ ശിവവിഗ്രഹങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമുക്ക് നൈവേദ്യമായിട്ട് ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള പായസം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ശർക്കര പൊങ്കൽ ഉണ്ടാക്കി നൈവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി 2-ാം യാമ പൂജ എന്ന് പറയുന്നത് രാത്രി 10:30 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് 2-ാം യാമ പൂജ എന്ന് പറയുന്നത്. മഹാവിഷ്ണു ശിവഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ച ഒരു കാലമാണ് ഇത്. ശിവഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്തുന്ന ഒരു സമയമാണ് ഇത്. നമുക്ക് നൈവേദ്യമായിട്ട് പാൽപായസം അല്ലെങ്കിൽ കൽക്കണ്ട് സാദം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി 3-ാം യാമ പൂജ നടക്കുന്ന സമയം രാത്രി 12 മണി സമയത്താണ്. പാർവതീദേവി ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്ത ഒരു കാലം കൂടിയാണ് ഈ 3-ാം യാമം എന്ന് പറയുന്നത്. ശിവഭഗവാൻ ലിംഗോദ്ഭവ രൂപനായി മഹാവിഷ്ണുവിനും ബ്രഹ്മദേവനും അനുഗ്രഹം കൊടുത്ത ഒരു സമയം കൂടിയാണ് ഈ 3-ാം യാമ പൂജ എന്ന് പറയുന്നത്. ഈ ഒരു സമയം നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. പ്രധാനപ്പെട്ട സമയമാണ്. ശിവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലം എന്ന് പറയുന്നത് 3-ാം യാമ പൂജ സമയമാണ്. ഈ സമയത്ത് നമുക്ക് അഭിഷേകത്തിനായിട്ട് തേൻ കൊണ്ടുപോയി കൊടുക്കാം, അല്ലെങ്കിൽ തേൻ അഭിഷേകം ചെയ്യാം. നൈവേദ്യമായിട്ട് എള്ള് കൊണ്ടുണ്ടാക്കിയ സാദം നമുക്ക് പ്രസാദമായിട്ട് വെക്കാവുന്നതാണ്. ഇനി 4-ാം യാമ പൂജ, ദേവാദിദേവന്മാരും ഭക്തജനങ്ങളും എല്ലാവരും ശിവഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ച ഒരു കാലമാണ് 4-ാം യാമ പൂജ. 16-ാം തീയതി അതിരാവിലെ 4:30 സ്റ്റാർട്ടാവുന്ന ഒരു കാലമാണ് ഇത്. മാത്രമല്ല, ദേവന്മാർ അതുപോലെ മനുഷ്യന്മാർ എല്ലാ ജീവരാശികളും വഴിപാട് ചെയ്ത ഒരു കാലമായിട്ട് പറയപ്പെടുന്നുണ്ട്. അഭിഷേകത്തിനായിട്ട് കരിമ്പ് ജ്യൂസില്ലേ, അതുകൊണ്ട് നമുക്ക് അഭിഷേകം ചെയ്യാനായിട്ട് കൊടുക്കാം. നൈവേദ്യത്തിനായിട്ട് ഭക്ഷണം, ശുദ്ധമായ അന്നം നമുക്ക് ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കാം. അന്നാഭിഷേകം നടത്തുന്നത് ആർക്കാണ്? നമ്മുടെ സാക്ഷാൽ ശിവഭഗവാനാണ്. അത് കഴിഞ്ഞു. പക്ഷെ നമുക്ക് അന്നം ഭഗവാന് നൈവേദ്യമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്ന ഒരു ദിനം കൂടിയാണ് ഇത്. അതുമാത്രമല്ല, ഞാനിവിടെ ഒരു കാര്യം പറയാം. ഒരു യാമ പൂജയെങ്കിലും നമ്മൾ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചു വരിക നമ്മുടെ ജീവിതത്തിലെ സകല പാപങ്ങളും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. ഈ മഹാശിവരാത്രി ദിവസത്തിൽ 4 കാല യാമ പൂജകൾ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും 4 യാമ പൂജകളും ദർശനം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നാളെ തിങ്കളാഴ്ചയാണ്, സ്കൂളുകളെല്ലാം ഉണ്ടാകും, അപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടാകും. അങ്ങനെ പറഞ്ഞ് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് രാത്രിയിൽ മുഴുവനായിട്ടും ശിവക്ഷേത്രത്തിൽ ഇരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവർ ഒരു യാമ പൂജയെങ്കിലും ദർശനം ചെയ്യുക. അത് പ്രധാനമായിട്ടും ഞാൻ പറയുന്ന യാമ പൂജ എന്ന് പറയുന്നത്, കാലപൂജ എന്ന് പറയുന്നത് നമുക്ക് 3-ാം യാമ പൂജ എന്നറിയപ്പെടുന്ന, 3-ാം കാലപൂജ എന്നറിയപ്പെടുന്ന നമ്മുടെ ലിംഗോദ്ഭവ കാലത്താണ്. ഈ ഒരു സമയം നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. ഞാൻ എപ്പോഴും കഴിഞ്ഞ 2 വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ശിവഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ നിറഞ്ഞു നിൽക്കുവാൻ സാധിക്കുന്ന ഒരു കാലപൂജയാണ് ഇത്. അംബിക, അതായത് പാർവതീദേവി വഴിപാട് ചെയ്ത ഒരു സമയം. പാർവതീദേവി ആരാണ്? ശിവഭഗവാന്റെ പ്രിയ പത്നിയാണ്. പാർവതീദേവി വഴിപാട് ചെയ്യുമ്പോൾ ഭഗവാൻ എങ്ങനെയാണ് ആ വഴിപാട് ഏൽക്കാതിരിക്കുന്നത്? അങ്ങനെ ശിവഭഗവാൻ ജ്യോതി സ്വരൂപനായി നമ്മുടെ മഹാവിഷ്ണുവിനും ബ്രഹ്മദേവനും അനുഗ്രഹം കൊടുത്ത ഒരു സമയം. അതായത് ആദ്യത്തെ കാലപൂജ ബ്രഹ്മദേവൻ, 2-ാം കാലപൂജ മഹാവിഷ്ണു, 3-ാം കാലപൂജ നമ്മുടെ പാർവതീദേവി, 4-ാം കാലപൂജ നമ്മുടെ ഭക്തജനങ്ങളും അതുപോലെ ദേവാദിദേവന്മാരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ 3-ാം കാലപൂജ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. ദയവ് ചെയ്ത് ഈ ഒരു സമയം നിങ്ങൾ വിട്ടുകളയരുത്. ഇനി അഥവാ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ
സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് ധ്യാന രീതിയിൽ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് കുനിയാനൊന്നും പാടില്ല. നടു നിവർത്തി ഇരുന്നു കൊണ്ട് ഓം നമ ശിവായ എന്നുള്ള മന്ത്രം ആരൊരാൾ ജപിക്കുന്നുവോ അവർ എന്താണോ ചോദിക്കുന്നത് അത് ഭഗവാൻ നിറവേറ്റിത്തരും. അവരുടെ ആയുസ് വർദ്ധിക്കും, ആരോഗ്യം വർദ്ധിക്കും, സമ്പത്ത് വർദ്ധിക്കും, അവർ ചോദിച്ചതെല്ലാം ലഭിക്കും, ശിവഭഗവാന്റെ പരിപൂർണ അനുഗ്രഹവും ലഭിക്കും. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ചെയ്തു നോക്കുക, പരിപൂർണമായ ഫലം നമ്മളിലേക്ക് ലഭിക്കും. ഇന്ന് വരുന്ന ഈ അഭിജിത്ത് നക്ഷത്ര സമയവും നിങ്ങൾ വിട്ടുകളയരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.